നമ്മുടെ ജീവിതത്തിന്റെ സ്വാധീനം വളരെ വലുതാണെന്ന് കാണാം. അപ്പൊ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങള്, നമുക്ക് കിട്ടുന്ന അനുമോദനങ്ങള്, അഭിനന്ദനങ്ങള്, ഇതെല്ലാം നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മനസ്സിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ആ മാനസികമായ വികാസത്തിന് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്തിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയും എല്ലാം കൂടെ യോജിച്ച് വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു ആരോഗ്യമുള്ളവനായിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ വിവിധ വശങ്ങളായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അതോടൊപ്പം സമുചിതമായ ഒരു ജീവിത സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. അതിനെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഈ RCM എന്ന ഈ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണ്ട തരത്തിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ കർമ്മത്തെ മുമ്പോട്ട് നയിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കുന്നത്. TCG പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും കാണാം, നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അപ്പൊ നല്ല മനുഷ്യനായിരിക്കുക എന്ന് പറയുവാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെ ഒരു ജീവിത രീതി നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുവാനും അതനുസരിച്ച് വളരുവാനും സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്താണ്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവേകം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് ഒക്കെ വളരെ പാകതയോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് പലപ്പോഴും ധാരാളം ക്ഷമ നമുക്ക് ആവശ്യമാണ്, സഹനശക്തി നമുക്ക് ആവശ്യമാണ്. പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കണം. പിന്നെ അതുപോലെ തന്നെ പലതിനെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ ക്ഷമയോടെ പോയെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതിയിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ശരിയായ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ? അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ് നമ്മുടെ ശുചിത്വ ബോധം എന്ന് പറയുന്നത്. പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം. അപ്പൊ ശുചിയായ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആഹാരം വിളമ്പുമ്പോഴാണ് ആ ആഹാരം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക, അല്ലെ? അത് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി, ചുറ്റുപാടിന്റെ ശുചിത്വം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പൊ പരിസര ശുചിത്വം, ഇപ്പം മലയാളിക്ക് പലപ്പോഴും വീടും പരിസരവും, അവനവന്റെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിടും, പക്ഷെ പൊതു ഇടങ്ങൾ നമ്മൾ ഒരിക്കലും വൃത്തിയാക്കിയിടാൻ നോക്കാറില്ല. പലപ്പോഴും നമ്മൾ പൊതു ഇടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആർപ്പുളവാക്കുന്ന കാഴ്ചകളാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പൊതുവായ ശുചിത്വം വേണം, വ്യക്തി ശുചിത്വം വേണം, നമ്മുടെ വീടും പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കണം. ഇതെല്ലാം ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ ആഹാരത്തിലേക്ക് വരുന്നത്, അല്ലെ? ആഹാര കാര്യങ്ങൾ, ആഹാരവും വിഹാരവും, യുക്തമായ ആഹാരവും വിഹാരവും ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ശരിയായ ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കാം, അതാണ് നമ്മൾ ആദ്യം ഇപ്പോൾ ഇന്നിവിടെ ചിന്തിക്കുന്നത്, ആരോഗ്യത്തിന്റെ മുന്നോടിയായിട്ട് തന്നെ. അപ്പൊ നമ്മുടെ RCBയിൽ നിന്ന് ധാരാളം ഹെൽത്ത് കൺസെപ്റ്റ് പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട്. ഫുഡ് സപ്ലിമെന്റുകളായിട്ടും, അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ആയിട്ടും, അതുപോലെ തന്നെ ധാന്യങ്ങൾ ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന. ഇപ്പൊ വെറുതെ നമ്മൾ ആഹാരം കഴിക്കുകയില്ല, അറിഞ്ഞു കഴിക്കുകയാണ്. അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയെ അറിഞ്ഞു. ബേസിക്കലി മനുഷ്യൻ ഒരു സസ്യാഹാരമാണ് കഴിക്കേണ്ടത്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ സസ്യാഹാരിയാണ്. മാംസാഹാരം കഴിക്കാൻ പാകത്തിലുള്ള ഒരു ശരീരമല്ല നമുക്കുള്ളത്, പക്ഷെ നമ്മളത് കഴിക്കുന്നു. അതിന് കാരണം നമ്മുടെ കൊതിയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ആഹാര പദാർത്ഥങ്ങളിലുള്ള മനുഷ്യന്റെ ആസക്തി, അതൊക്കെ മനുഷ്യനെ മറ്റൊരു തലത്തിൽ വഴിമാറി ചിന്തിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കും. അപ്പൊ നമുക്ക് RCBയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് 100% വെജിറ്റേറിയൻ ആണ്. അതാണ് ഭാരത സംസ്കാരത്തിന്റെ മുഖമുദ്ര തന്നെ വെജിറ്റേറിയൻ ആണ്, അല്ലെ? നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരം പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ചരിത്ര പുരാതന കാലം മുതൽ തന്നെ നമ്മൾ വെജിറ്റേറിയൻ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ്. എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു വെജിറ്റേറിയൻ സംസ്കാരം നമുക്കിവിടെയുണ്ട്. അപ്പൊ യൂറോപ്പിലൊന്നും നമുക്കത് കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ആ ഒരു വെജിറ്റേറിയൻ സംസ്കാരം, വെജിറ്റേറിയൻ ആഹാരം, അപ്പൊ നമ്മുടെ ഹിന്ദു സദ്യകളൊക്കെ നമുക്കറിയാം. അതിന്റെ ഓരോ ക്രമങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം
യാതൊരു തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാതെയുള്ള ഒരു ആഹാര രീതിയാണ് അവിടെ കൊടുക്കുന്നത്. ഇന്നും അത് തുടർന്നു പോരുന്നുണ്ട്. പക്ഷെ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും എങ്കിലും കൂടുതലായിട്ടും ഇന്നും അതൊക്കെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആഹാരത്തിലെ വെജിറ്റേറിയൻ ആഹാരത്തിന്റെ പ്രാധാന്യം, സസ്യാഹാരങ്ങൾ കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം, കാരണം ശരീരഘടന അങ്ങനെയാണ്. പലപ്പോഴും ആഹാരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ആഹാരവും മനസ്സും തമ്മിൽ ബന്ധമുണ്ട്. പലരും വിചാരിക്കും എന്തെങ്കിലും കഴിച്ചാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ മത്സ്യം കഴിക്കാം, മാംസം കഴിക്കാം, ഇറച്ചി കഴിക്കാം, മുട്ട ഇതെല്ലാം കഴിക്കാം, പക്ഷെ ഇതുകൊണ്ട് തന്നെ പ്രശ്നവും ചിന്തിക്കും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ആഹാരത്തിന് വലിയ പങ്കുണ്ട്. സസ്യാഹാരം കഴിക്കുന്ന ഒരാൾ എപ്പോഴും സ്വാത്വിക ഭാവമുള്ളവനായിരിക്കും. അയാളുടെ മനസ്സെപ്പോഴും നിർമ്മലമായിരിക്കും. അപ്പം ഭഗവത്ഗീതയിലൊക്കെ ആഹാരത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്വാത്വികം, രാജസികം, താമസികം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. സ്വാത്വിക ആഹാരം ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാം. ഒരു അധ്യായം തന്നെ, ഗുണത്രയ വിഭാഗം എന്ന അധ്യായം തന്നെ അതിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആഹാരത്തെ സാത്വിക ആഹാരം, സാത്വികം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ മനസ്സോട് കൂടിയത്. അപ്പൊ നമ്മുടെ മനസ്സ് നിർമ്മലമായിട്ട് മാറണമെങ്കിൽ, മനസ്സിനെ അശുദ്ധിയിൽ നിന്നും ഒഴിവാക്കി നിർത്തി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സസ്യാഹാരം തന്നെ തിരഞ്ഞെടുത്തേ മതിയാവും. അതാണ് സാത്വിക ആഹാരം. പിന്നെ വരുന്ന രാജസിക ആഹാരം. രാജസിക ആഹാരം എന്ന് പറഞ്ഞാൽ ഇറച്ചി, മുട്ട, മീന്, പഴകിയ ആഹാരങ്ങൾ, വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടി പഴകിയ ആഹാരങ്ങൾ, അച്ചാറുകൾ, അതുപോലെ തന്നെ പൊളിച്ചതും പൊളിച്ചതും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയത്, ഇതെല്ലാം രാജസിക ആഹാരങ്ങളാണ്. ഇപ്പൊ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ രാവിലെ എല്ലാവരും ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങ് തള്ളും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ആഹാര സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും ചൂടാക്കി കഴിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെജിറ്റേറിയനാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. വേവിച്ച ആഹാരം വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് ഈ സമയത്ത് മഴക്കാലത്താണ് വൈറസ് ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഇടവം, മിഥുനം, കർക്കിടകം, ഈ 3 മാസത്തിൽ ഈ സമയത്ത് നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച ആഹാരം ചൂടാക്കി കഴിക്കരുത്. നിങ്ങൾക്ക് അസുഖം വളരെ വേഗം പിടിപെടും, യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കഫസംബന്ധമായ അസുഖങ്ങൾ, വാതസംബന്ധമായ അസുഖങ്ങൾ ഏറെ പിടിപിടിയാനുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആശുപത്രിക്കാർ മലവിരിച്ചിരിക്കുകയാണ്. അവർ തന്നെ ഓരോ പേരൊക്കെ ഇടും. ഷിഗല്ല എന്ന് പേരിടും, നിപ്പ എന്ന് പേരിടും, പിന്നെ ഡെങ്കിപ്പനി എന്ന് പേരിടും, കൊറോണ എന്ന് പേരിടും. ഇതൊക്കെ ഓരോ പേരുകൾ മാത്രമാണ്. സംഭവം ഒന്ന് തന്നെയുള്ളൂ, അത് വൈറസ് തന്നെയാണ്. അപ്പൊ ഇത് വരാൻ ഏറ്റവും എളുപ്പം ഈ വേവിച്ച ആഹാരം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നതാണ്. ഹോട്ടൽ ഭക്ഷണങ്ങളെല്ലാം പഴകിയ ആഹാരങ്ങളാണ്. ഇതെല്ലാം തമോ ഗുണത്തിൽപ്പെട്ട ആഹാരങ്ങളാണ്, താമസിക ആഹാരങ്ങളാണ്. വളിച്ചതും പൊളിച്ചതും ചൂടാക്കിയത് വേവിച്ചത് വീണ്ടും ചൂടാക്കി കഴിക്കുന്നു. അപ്പൊ രോഗത്തിലേക്കുള്ള വഴി നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇന്ന് നമ്മൾ ആഹാര സാധനങ്ങളെല്ലാം സൂക്ഷിക്കാനും വേവിച്ച ആഹാര സാധനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനൊക്കെ ഉള്ള സാങ്കേതികതയും ടെക്നോളജി എല്ലാം നമുക്കുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ നല്ല ആഹാരം എന്ന് വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നതെങ്കിൽ കൂടിയും അത് നമ്മളെ രോഗത്തിലേക്ക് പോകും. സാത്വികമായ ആഹാരം നിർമ്മലമായ മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും. രാജസികമായ ആഹാരം പ്രവൃത്തിപഥത്തിലേക്ക്, അല്ലെ, കർമ്മം ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്നതാണ് രാജസികമായ ആഹാരം. താമസികമായ ആഹാരം അലസതയിലേക്കും ആലസ്യത്തിലേക്കും കൊണ്ടുപോകും, മദ്യം പോലെയുള്ള ആഹാര സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ ആഹാരത്തെ നമുക്ക് 3ആയിട്ട് കാണാം. അപ്പം പറഞ്ഞു വന്നത് സസ്യാഹാരത്തിന്റെ പ്രാധാന്യമാണ്. അപ്പൊ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ സസ്യാഹാരങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രോട്ടീന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെ. PVMF എന്ന് പറഞ്ഞ ഒരു ഫോർമുല നമുക്കുണ്ട്. പ്രോട്ടീൻ, ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. അതായത് സോയ, കടല, പയർവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഏറ്റവും നല്ല പ്രോട്ടീനാണ്. ഇത് നന്നായിട്ട് വേവിച്ച് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആനിമൽ പ്രോട്ടീനും ഉണ്ട്. ആനിമൽ പ്രോട്ടീന് ഇറച്ചി, മുട്ട, മീൻ ഇതെല്ലാം ആനിമൽ പ്രോട്ടീനാണ്. ആനിമൽ പ്രോട്ടീൻ കഴിക്കണമെന്ന് നിർബന്ധമുള്ളവര്, ആർക്കെങ്കിലും അത് ഒഴിവാക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സ്വീകരിക്കാവുന്നത് മത്സ്യം മാത്രമാണ്. മത്സ്യം, ഈ ചിലർക്ക് മീനില്ലാതെ പറ്റത്തില്ല. അങ്ങനെയുള്ളവര് മത്സ്യമാണ് ഉപയോഗിക്കേണ്ടത്. അത് വറുത്തല്ല ഉപയോഗിക്കേണ്ടത്, കറി വെച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അതാണ് ആരോഗ്യത്തിന് നല്ലതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നത്, പ്രത്യേകിച്ചും ആയുർവേദത്തിന്റെ കൺസെപ്റ്റില്. അപ്പൊ അങ്ങനെ ആഹാരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആഹാരത്തിന്റെ ഏകദേശം ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം മനസ്സിന്റെ വ്യാപാരത്തില്, മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് സസ്യാഹാരമാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ ഒരു ക്രൈം ചെയ്യുന്നവരെ തന്നെ നോക്കുക. ക്രൈം ചെയ്യുന്നവരിൽ സസ്യാഹാരികൾ വളരെ അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം. കൂടുതലും മാംസാഹാരം കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നവരാണ്. മാംസവും മദ്യവും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഒരു തുള്ളി പോലും നമ്മുടെ ഉള്ളിൽ ഈ സാധനം ചെല്ലരുത്. മദ്യം എന്ന് പറയുന്നത് ഒരു തുള്ളി പോലും നമ്മുടെ വയറ്റിൽ ചെല്ലരുത്. അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ചിലരുണ്ട് ആർസിമിന്റെ ഫുഡ് സപ്ലിമെന്റ് എടുക്കും, ആർസിമിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കും, മദ്യം കഴിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്നിട്ട് കുറ്റം ആർസിമിന് വരികയും ചെയ്യും. അങ്ങനെയുള്ളവരും അറിയാതെ അറിഞ്ഞുമൊക്കെ അകത്ത് കയറി വരും. അപ്പോൾ അവര് ജനങ്ങളത് കാണുന്നില്ല അല്ലെ. പുറമേ ഉള്ളവർ കാണുമ്പോൾ ആർസിമിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, ആട്ട ഉപയോഗിക്കുന്നുണ്ട്, കടല ഉപയോഗിക്കുന്നുണ്ട്, സോയ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് വൈകിട്ട് നടന്നടിക്കും. എന്നിട്ട് അതിന്റെ സൈഡ് എഫക്റ്റ് വന്നു കഴിയുമ്പോൾ കുറ്റം ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. അതിപ്പോൾ ഇതൊന്നും കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് തന്നെ കഴിച്ചുകൊണ്ട് പോവാണ് നല്ലത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് ആൾക്കാരെ ഒരിക്കലും ഇതിനകത്ത് വിലയിരുത്തരുത്. എന്ത് കഴിക്കുന്നു അല്ലെ, നമ്മൾ രഹസ്യമായിട്ട് കഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്നത്. ഒളിച്ചും പാത്തും കഴിക്കും. അപ്പൊ ഈ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. അത് ഫ്രഷ് ആയിട്ടായിരിക്കണം. വേവിച്ച ആഹാര പദാർത്ഥങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുത്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വൈറസ് ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലം ആരോഗ്യത്തിന് ഏറ്റവും പ്രതികൂലമായി നമുക്ക് ഉള്ള സമയം. കാരണം വൈറസ് ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് ഉണ്ടാകുന്നത്. ഇതെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പം ശരീരത്തിന്റെ ശുദ്ധീകരണം, ശരീരം നമ്മൾ സ്വയം ശുദ്ധിയാക്കി വെക്കുക. നല്ല ആഹാര പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഡ് സപ്ലിമെന്റുകൾ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഗാമ ഒറൈസിനോൾ, വെജ് ഒമേഗ, ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം. വൈറ്റമിൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി ആണ് ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂട്ടുന്നത്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക, എല്ലാ പഴവർഗ്ഗങ്ങൾക്കകത്തും വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സിയുടെ സാന്നിധ്യം നമ്മൾ കൂട്ടി കൊടുക്കണം. ഒരു നേരമെങ്കിലും നമ്മൾ പഴങ്ങൾ മാത്രം കഴിക്കണം. ഒരു നേരം, അതായത് വൈകുന്നേരത്തെ നേരമായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ വൈകിട്ടാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അല്ലാത്ത സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പൊ പച്ചക്കുള്ള ആഹാര സാധനങ്ങൾ ഒരു നേരമെങ്കിലും നമ്മൾ കഴിക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. പനി വന്നാൽ തന്നെ നമുക്കതിനെ പ്രതിരോധിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അത് പനി വന്നാൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശല്യപ്പെടുത്തുന്നത് കഫമാണ് അല്ലെ. കഫം വർദ്ധിക്കുന്ന സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മഴക്കാലത്താണ് കഫം വർദ്ധിക്കുന്നത്. ഇപ്പൊ കഫം വർദ്ധിക്കാനുള്ള കാരണം പഴകിയ ആഹാര സാധനങ്ങൾ, ഇറച്ചി, മീന്, മുട്ട, ഫ്രിഡ്ജിൽ വെച്ച ആഹാര സാധനങ്ങൾ, പാലും മീനും. ഫുഡ് കോമ്പിനേഷൻ തെറ്റിപ്പോരുത്. അതുപോലെ തന്നെ ഫുഡ് കോമ്പിനേഷൻ ഉണ്ട്. ചിലർ മീൻ കൂട്ടിച്ച് അതിൻ്റെ കൂടെ പാല് കഴിക്കും. അതുപോലെ തന്നെ പഴകിയ സാധനങ്ങൾ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ കൂടെയും ചായ കുടിക്കും അല്ലെ, പാലൊഴിച്ചങ്ങോട്ട് ചായ കുടിക്കും. ഇതും നമ്മളെ അലസതയിലേക്കും ഒക്കെ നയിക്കും. എന്നിട്ട് വൈകിട്ടത്തെ ഭക്ഷണം അതും പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മണി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ കഴിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു വിശപ്പ് അസഹ്യമായി കഴിഞ്ഞാൽ പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. പഴങ്ങൾ, സാലഡുകൾ ഒക്കെ കഴിക്കുക. ഇത് ഇനി പലപ്പോഴും നമുക്കറിയാം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അസിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. അസിഡിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. അത് പലർക്കും പലതരത്തിലാണ് വരുന്നത്. ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടാവുക, അതുകൊണ്ട് വയറ്റിൽ ഗ്യാസ്, മലബന്ധം, പിന്നെ പുളിച്ചത് കേട്ടല, ഇതെല്ലാം ഈ അസിഡിറ്റി കൊണ്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 90% രോഗങ്ങളുടെയും കാരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. അസിഡിറ്റി ഇല്ലാതാകാൻ എന്ത് ചെയ്യാം? അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെയാണ് പരിഹാരം? ശരീരത്തെ ആൽക്കലൈൻ ആക്കുക എന്നുള്ളതാണ്. ശരീരത്തെ ആൽക്കലൈൻ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നേരം പച്ചക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക, സാലഡുകൾ കഴിക്കുക. കുക്കുംബർ ജ്യൂസ് ഏറ്റവും നല്ലതാണ്. ശരീരത്തെ അസിഡിറ്റിയിൽ നിന്നും റിലീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കുക്കുംബർ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കുക്കുംബർ ജ്യൂസ് കുടിക്കുക. കുക്കുംബർ മിക്സിയിലിട്ട് അടിച്ച് അത് അരിച്ചെടുത്ത് ആ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ വാഴപ്പിണ്ടി നീര്, നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഏത്തവാഴ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ, അതുപോലെ തന്നെ പാളയംകൂടം വാഴ, ഇതൊക്കെ മൂത്ത വാഴയുടെ വാഴപ്പിണ്ടി എടുത്ത് സ്ക്രാച്ചറിൽ അരച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം പിഴിഞ്ഞെടുത്ത് കുടിക്കുക. അപ്പൊ ഈ വാഴയൊക്കെ നടുമ്പോൾ നമ്മൾ നമ്മുടെ ആർസിമിന്റെ ഗാർഡൻ ഗോൾഡ് ഇടുക. ഗാർഡൻ ഗോൾഡ് ഇട്ട് ആ വാഴയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. വാഴയ്ക്ക് നല്ല കരുത്തുണ്ടാവും. അതിന്റെ പിണ്ടിനീരിൽ തന്നെ വ്യത്യാസമുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വാഴയ്ക്കൊക്കെ നമ്മുടെ ഗാർഡൻ ഗോൾഡും സോയിൽ ഹെൽത്തും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാഴപ്പഴത്തിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പിണ്ടി നീരിന് പോലും പ്രത്യേകം ഒരു പ്രത്യേക രുചിയും, അതുപോലെ തന്നെ നമുക്ക് വയറ്റിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേക ഒരു ഗുണമുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അത് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ അനായാസം വളർത്താവുന്നതാണ് വാഴ എന്ന് പറയുന്നത്. ഏത്തവാഴ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാലിപ്പൂവിലും അതുപോലെ തന്നെ പാളയംകൂടനൊക്കെ ധാരാളമായിട്ട് നമുക്ക് കൃഷി ചെയ്യാം.
ഗാർഡൻ കോൾ ഇട്ട് കൊടുത്താൽ മതി. നടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സോയിൽ ഹെൽത്ത് ഉപയോഗിക്കാം. ചാണകത്തിലൊക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് സോയിൽ ഹെൽത്ത് ഇട്ട് കൊടുത്തിട്ട് അതിലെ ഏത്തവാഴ വെക്കുക, അല്ലെങ്കിൽ ഞാലിപ്പൂവൻ, പാളയംകുടം ഈ സമയത്ത് നടാവുന്ന സമയമാണ്. അതിൻ്റെ ഒരു സീസണിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ശരീരത്തിന് നല്ലൊരു ആരോഗ്യവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ നല്ല ഫലം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. എന്നിട്ട് അതിന്റെ വാഴ വെട്ടിക്കളയുമ്പോൾ അതിന്റെ പഴം മാത്രമല്ല എടുത്താൽ പോരാ, അതിന്റെ പിണ്ടി എടുത്തിട്ട് ആ പിണ്ടി അതിന്റെ ഉള്ളിലെ ആ ട്യൂബ്ലൈറ്റ് പോലെ കാണുന്ന ഒരു ഭാഗമുണ്ട്, അതെടുത്ത് നമ്മൾ സ്ക്രാച്ചറിൽ ഉരച്ച് അതിന്റെ നീര് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കുടിക്കുക, വെറും വയറ്റിൽ കഴിക്കുക. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടെങ്കിൽ അസിഡിറ്റി മാറും, യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് മാറും. ഒരാഴ്ച കഴിച്ച് നോക്കുക, ഭയങ്കരമായിട്ട് വ്യത്യാസം അനുഭവപ്പെടും. ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല, ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അതല്ലാത്തവരെ കുക്കുംബർ ജ്യൂസ് നമുക്ക് ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ച് കുടിക്കാം. അസിഡിറ്റിക്ക് ഏറ്റവും നല്ല പരിഹാരമാണ്. പറഞ്ഞു വന്നത്, നമുക്കുണ്ടാകുന്ന 90% രോഗങ്ങളുടെയും കാരണം അസിഡിറ്റിയാണ്. അസിഡിറ്റി ഇല്ലാതാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു രോഗത്തിൽ നിന്നും അടുത്ത രോഗത്തിലേക്ക് വളരെ അനായാസം പോകും. ഇന്നുണ്ടാകുന്ന പല ജീവിതശൈലി രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അസിഡിറ്റി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അസിഡിറ്റി തന്നെയാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നത്. യൂറിക് ആസിഡ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മുട്ടുവേദനയാവും, കാലുവേദനയാവും, നടക്കാൻ മേല, സ്റ്റെപ്പ് കയറാൻ മേല, പുറം വേദന, കാലുവേദന, കൈമുട്ടുവേദന, ഇങ്ങനെ വന്ന് അവസാനം എത്തി നിൽക്കുന്നത് ക്യാൻസറിലായിരിക്കും. അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പരിഹാരങ്ങൾ. ഇനി കുക്കുംബർ ജ്യൂസ് അല്ല, കുമ്പളങ്ങ നീര് വേണമെങ്കിലും കുടിക്കാം. കുമ്പളങ്ങ ഏറ്റവും നല്ല ഒരു ആൽക്കലൈൻ വാട്ടറാണ്. പക്ഷെ കുമ്പളങ്ങയ്ക്ക് അല്പം കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്ത് വേണം അത് കുടിക്കാനായിട്ട്. കുമ്പളങ്ങ നീര്, വാഴപ്പിണ്ടി ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്. ഇനി ഇതൊന്നും പറ്റില്ലാത്ത ആൾക്കാര് വാഴപ്പഴം കഴിക്കുക, വെറും വയറ്റില്. വാഴപ്പഴം, ഞാലിപ്പൂവൻ പഴം, അല്ലെങ്കിൽ ഏത്തപ്പഴം, പാളയംകുടം പഴം. ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവും, അങ്ങനെയുള്ളവർ ഇത് കഴിക്കണ്ട. കഴിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ കഴിക്കാം. അപ്പൊ ഇത് വെറും വയറ്റിൽ കഴിക്കുക. പഴങ്ങൾ എപ്പോഴും വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. പലരും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ചോറൊക്കെ കൊണ്ടും കറിയെല്ലാം കൂട്ടി നല്ല ചോറൊക്കെ ഉണ്ടെച്ച് ചോറുണ്ട് കഴിഞ്ഞേച്ച് 2 പഴം എടുത്തുകൊണ്ട് കഴിക്കും. അത് ഏറ്റവും തെറ്റാണ്. ആ കോമ്പിനേഷൻ തെറ്റാണ്. കാരണം പഴം എന്ന് പറയുന്നത് പകുതി വെന്തതാണ്. പ്രകൃതിയിൽ തന്നെ പകുതി വെന്തതാണ്. പഴം ആദ്യമാണ് കഴിക്കേണ്ടത്. നമ്മുടെ സദ്യകൾക്കെല്ലാം പലപ്പോഴും കാണാം ഇങ്ങനെ തരുന്നതായിട്ട്. പക്ഷെ അങ്ങനെയല്ല കഴിക്കേണ്ടത്. നാച്ചുറോപ്പത്തിയുടെ ഒരു രീതി അനുസരിച്ച്, പ്രകൃതി അനുസരിച്ച് പഴങ്ങൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. മനുഷ്യന് വിധിച്ച ഏറ്റവും ഒന്നാമത്തെ ആഹാരം എന്ന് പറയുന്നത് പഴങ്ങളാണ്. നമ്മൾ ആദ്യം കഴിക്കേണ്ടത് പഴങ്ങളാണ്. പഴങ്ങൾ കഴിച്ചു തന്നെ നമുക്ക് അസുഖങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. ഏതില്ലാത്തൊരു അസുഖങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും തുടക്കത്തിലെ തന്നെ. ഇപ്പോൾ പഴങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ആദ്യം പഴങ്ങൾ കഴിക്കുക. രണ്ടാമതായിട്ട് കഴിക്കേണ്ടത് പച്ചക്കറികൾ കഴിക്കുക. മൂന്നാമതായിട്ട് കഴിക്കേണ്ടത് അണ്ടിപ്പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, അത് പ്രോട്ടീൻ റിച്ച് ആണ്. നാലാമതായിട്ട് കഴിക്കേണ്ടത് ധാന്യങ്ങൾ, ചോറ്, ഗോതമ്പ് ഒക്കെ. അഞ്ചാമതായിട്ട് മീൻ കഴിക്കുക. ആറാമതായിട്ട് ഇറച്ചി കഴിക്കുക, അല്ലെങ്കിൽ മുട്ട കഴിക്കുക. എട്ടാമതായിട്ട് മീൻ കഴിക്കുക, മുട്ട കഴിക്കുക. അപ്പൊ അങ്ങനെ. അപ്പൊ ഇത് ആദ്യത്തേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവസാനത്ത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ചിലർക്ക് ഇത് നിർബന്ധമായിട്ടുള്ളവർ മാത്രം അത് കഴിക്കുക. യാദൃശ്യമായിട്ട് നമ്മൾ ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും. അപ്പൊ അതിനെ നിർവീര്യമാക്കാനായിട്ടും വാഴപ്പിണ്ടി ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് RCM നമുക്ക് തരുന്ന പ്രോട്ടീസ് ഉണ്ട്. ഏറ്റവും നല്ലതാണ് പ്രോട്ടീസ് കഴിക്കുന്നത്. അതുപോലെ വെജ് ബേറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം, കടല ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റിയുള്ള കടലയാണ് നമ്മളുടേത്. അത് നല്ല പാക്കിങ്ങും, അതുപോലെ തന്നെ അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഫ്ലേവറുകളോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേരാത്തതാണ്. അത് പ്രത്യേക പാക്കിങ്ങിലാണ് അത് വരുന്നത്. അതൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കറി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അസിഡിറ്റി ഇപ്പൊ ഏത് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാലും എല്ലാ പ്രോട്ടീന്റെയും ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. അപ്പൊ ഈ യൂറിക് ആസിഡ് ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ആനിമൽ പ്രോട്ടീൻസിന് യൂറിക് ആസിഡ് വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തെ ദോഷം ചെയ്യുന്നതായിരിക്കും. അതേസമയം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കഴിച്ചാലും നമുക്ക് അസിഡിറ്റി ഉണ്ടാവാം. ആ അസിഡിറ്റിയെ കുറയ്ക്കാനും നമുക്ക് ഈ പറഞ്ഞ കുക്കുംബർ ജ്യൂസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ RCM തന്നെ ഇപ്പൊ ആൽക്കലൈൻ വാട്ടർ ഇറക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഉടനെ വരുമായിരിക്കും, പരസ്യം കണ്ടായിരുന്നതിന്റെ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പലർക്കും നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, അതിരാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു കാരണവും എന്ന് പറയുന്നത് വൈകിയുള്ള ആഹാര പദാർത്ഥങ്ങളാണ്. രാത്രിയിൽ താമസിച്ചുള്ള 9 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നേരത്തെ എഴുന്നേക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും നേരത്തെ ഭക്ഷണം കഴിക്കുക. 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പം അനായാസം എഴുന്നേക്കാൻ
സാധിക്കും. ഉടനെ പറ്റത്തില്ല, അത് പയ്യെ പയ്യെ നമുക്ക് സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അസിഡിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അസിഡിറ്റി ഏറ്റവും വലിയൊരു വില്ലനാണ് നമ്മുടെ രോഗകാര്യങ്ങളിൽ. അപ്പൊ അസിഡിറ്റി കുറയ്ക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ നമ്മുടെ വഴി എപ്പോഴും ആശുപത്രിയിലേക്കായിരിക്കും. ആശുപത്രിയിൽ പോകാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. അതനുസരിച്ചുള്ള ഒരു ജീവിതശൈലി നമ്മൾ സ്വീകരിക്കുക. സാത്വികമായിട്ടുള്ള ആഹാരങ്ങളെ നമ്മൾ സ്വീകരിക്കുക. രാജസികമായിട്ടും താമസികമായിട്ടുള്ള ആഹാരങ്ങളെ പരമാവധി കുറയ്ക്കുക. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സാത്വികമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് പഴങ്ങളാണ്, പച്ചക്കറികളാണ്, വേവിക്കാത്ത ആഹാര പദാർത്ഥങ്ങളാണ്. അഥവാ വേവിച്ചാൽ തന്നെ 2 മണിക്കൂറിന് മുമ്പ് കഴിച്ചിരിക്കണം. ഇതെല്ലാം സാത്വികമായിട്ടുള്ള ആഹാരങ്ങളാണ്, മനസ്സിനെ നിർമ്മലമാക്കുന്നതാണ്. രാജസികമായിട്ടുള്ള ആഹാരങ്ങൾ പറഞ്ഞാൽ അമിതമായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ്, കയ്പ് ഇതെല്ലാം ചേർന്നതാണ് രാജസികമായിട്ടുള്ള ആഹാരങ്ങൾ. രജോ ഗുണത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള വ്യഗ്രത, ഓട്ടം, അതുപോലെ തന്നെ കർമ്മോത്സുകത, അതുപോലെ തന്നെ എടുത്തിയാട്ടം, ധൃതി, ഇതെല്ലാം വരുന്നത് ഈ രാജസികമായ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ്. പിന്നെ വരുന്നത് താമസികമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ്. താമസികമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് പഴകിയ ആഹാര സാധനങ്ങൾ, മദ്യം, അതുപോലെ തന്നെ ഇറച്ചി, മീന്, മുട്ട, ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയ ആഹാര പദാർത്ഥങ്ങൾ, ഇതെല്ലാം താമസികമായിട്ടുള്ള ആഹാരങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ തമോ ഗുണത്തിലേക്ക്, അതായത് അലസതയിലേക്കും ആലസ്യത്തിലേക്കും ഒക്കെ നമ്മുടെ മനസ്സിനെ നയിക്കുന്നതാണ്. ഇങ്ങനെ ആഹാര പദാർത്ഥങ്ങളെ 3ആയിട്ട് നമ്മുടെ പുരാതന ഋഷിമാർ വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പം അതോടൊപ്പം തന്നെ അസിഡിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അസിഡിറ്റി നമ്മൾ ഇല്ലാതാക്കണം. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അപ്പൊ ഇതൊക്കെ ഈ 2 കാര്യങ്ങൾ, ശരീരശുദ്ധിക്കും അതുപോലെ തന്നെ അസിഡിറ്റിയെ കുറയ്ക്കുന്നതിനൊക്കെ ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് അല്പം കൃഷി ചെയ്യുക എന്നുള്ളത്.